നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വിഷു ഒക്കെ അടുത്ത് വന്നു കേട്ടോ. ഇനി 4 ദിവസം കൂടിയുള്ളൂ വിഷുവിന്. അപ്പം എല്ലാവർക്കും വിഷു വരുന്നതിൻ്റെ ആ ഒരു സന്തോഷമൊക്കെ ഇപ്പം തന്നെ മനസ്സിൽ തുടങ്ങിയിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ വിഷുവാണ്, പടക്കം പൊട്ടിക്കണം, പൂത്തിരി കത്തിക്കണം, പുതിയ ഡ്രസ്സൊക്കെ വാങ്ങണം, അങ്ങനെയായിരിക്കും അവരുടെ മനസ്സിലുള്ള സന്തോഷങ്ങൾ. കുറച്ചും കൂടെ മുതിർന്നിട്ടുള്ളവരാണെങ്കിലാണ് കണി ഒരുക്കണം, സദ്യ ഒരുക്കണം, അങ്ങനെയൊക്കെ ചിന്തകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ എപ്രകാരമാണ് നമുക്ക് ഈ വിഷുവിനെ ഇത്തവണ വരവേൽക്കാനായിട്ട് സാധിക്കുക, അതിനെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. വിഷുവിന് ഏറ്റവും പ്രധാനം കണി കാണൽ തന്നെയാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാണ് കണി കാണുന്നതെന്നൊക്കെ. അപ്പോൾ കണി ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ എങ്ങനെയാണ് കണി ഒരുക്കേണ്ടത്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം, ഈ വർഷത്തെ വിഷുക്കണി ദർശനം ഏത് സമയത്താണ് വരുന്നത്, അങ്ങനെ നമുക്ക് എപ്രകാരം ഒരുങ്ങാം ഈ ഒരു വിഷുവിനെ വരവേൽക്കാനായിട്ട്, അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഗുരുവായൂരപ്പൻ എന്നല്ലേ ഒരു വെണ്ണക്കടനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസവും ഭഗവാൻ വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുന്നേ. അപ്പോൾ ഈ കൊതി എത്ര കഴിച്ചാലും ഭഗവാന് വെണ്ണ മതിയാകില്ല. എത്ര കിട്ടിയാലും പിന്നെയും വാരി കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കഴിച്ചിട്ട് വയറൊക്കെ നന്നായി വീർത്തിട്ടാണ് കേട്ടോ ഭഗവാൻ ഇരിക്കുന്നത്. പോരാത്തിന് വെണ്ണക്കൂടെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളെയൊക്കെ കണ്ട ആ ഒരു സന്തോഷവും കൂടെ മുഖത്തുണ്ട് കേട്ടോ. എല്ലാവരെയും കാണിക്കണമല്ലോ, ഈ വെണ്ണയൊക്കെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു ചെറിയ ഉണ്ണിക്ക് അങ്ങനെ എന്തെങ്കിലും കൗതുകകരമായിട്ടുള്ളത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു ഗമയൊക്കെ ഉണ്ടാകില്ലേ. അങ്ങനെ ഒരു കുട്ടിക്കുറുമ്പനായിട്ട് ഒരു ഗമയൊക്കെ ഉള്ള ഉണ്ണിയായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. വെണ്ണയാണ് ഭഗവാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. വലത്തേ കയ്യിൽ വെണ്ണുരുളയും ഇടത്തേ കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ക്ഷീണിച്ച് അല്ലെങ്കിൽ ധൃതി പിടിച്ച് ഓടാനുള്ള ഭാവത്തിലൊന്നും അല്ല കേട്ടോ. സ്വസ്ഥമായിട്ട് കാലൊക്കെ നീട്ടി വെച്ചിരുന്നിട്ടാണ് ഭഗവാൻ വെണ്ണ കഴിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ യശോദാമ്മ കൊടുത്തു തന്നെ ആയിരിക്കണം. കുറുമ്പ് കാട്ടിയിട്ട് എവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നതൊന്നും ആയിരിക്കില്ല കേട്ടോ. നല്ല സന്തോഷമുണ്ട് ഭഗവാന്റെ മുഖത്ത് ആ വെണ്ണയൊക്കെ കിട്ടിയതിൻ്റെ. മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു കുഞ്ഞു ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ. 3 തിരുമുടിമാല ഉണ്ടായിരുന്നു. ഒരെണ്ണം നന്ദ്യാർവട്ടപ്പൂക്കളിൽ കുറച്ച് തെച്ചി കോർത്തിട്ടുണ്ട്. രണ്ടാമത്തേത് നന്ദ്യാർവട്ടപ്പൂക്കളിൽ കുറച്ച് ഭാഗത്ത് തുളസി കോർത്തിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടായിരുന്നു കേട്ടോ. 2 ഉണ്ടമാലയുണ്ട്. ഭഗവാന്റെ ദേഹത്തിൽ ചേർന്ന് കിടക്കുന്നതിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, താമരയുണ്ട്. അതിങ്ങനെ മാറി മാറി മൂന്നും കൂടെ കോർത്തിട്ടായിരുന്നു. പിന്നെ ഒരു ഉണ്ടമാല, ഇതൊക്കെ നല്ല തടിച്ചു ഉരുണ്ടിട്ടുള്ള ഉണ്ടമാലയാണ് കേട്ടോ. പിന്നെ ഒരെണ്ണം നല്ല താമരയുടെ ഇതിൽ കൊണ്ട് കോർത്തിട്ടായിരുന്നു രണ്ടാമത്തെ ഉണ്ടമാല ഉണ്ടായിരുന്നത്. നടുക്കാണ് നമ്മുടെ ഉണ്ണികൃഷ്ണനിക്ക് ഉണ്ടായിരുന്നേ. പീലിത്തിരുമുടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെ 3 പീലികൾ ചാർത്തിയിട്ടുണ്ട്. ആ മുടിക്ക് മുകളിലായിട്ട് നല്ല ഭംഗിയിൽ അത് കാണാനും നമുക്ക് സാധിക്കും. പിന്നെ ഗോപി തിലകങ്ങൾ കൊണ്ടൊരു അലങ്കാരം ഉണ്ട് കേട്ടോ. നെറ്റിയിലൊരു ഗോപി തിലകം, കാതിൽ ഗോപി തിലകം, തോൾകളിൽ 2 ഉണ്ട്, കഴുത്തിലുണ്ട്. അങ്ങനെയാണ്, അതായത് മുഖത്തിന് ചുറ്റുമായിട്ട് ഗോപി തിലകം വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അത് നല്ല തിളക്കണ്ടായിരുന്നു. ആ മുഖമൊക്കെ നല്ല ഭംഗിയിൽ കാണാനുണ്ടായിരുന്നു. പിന്നെ കൈവളകളും തോൾവളകളും മാലകളും ഒക്കെ ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. പട്ടുകോണൊക്കെ കൊടുത്തിട്ടുണ്ട്. കാൽത്തളകളും ഒക്കെ അണിഞ്ഞിട്ട്, അതായത് സർവാഭരണ വിഭൂഷിതനായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്, വെണ്ണയൊക്കെ കഴിച്ചുകൊണ്ട്. അതായിരുന്നു ഇന്നലത്തെ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ആ വെണ്ണയൊക്കെ പിടിച്ചിരിക്കുന്ന ഭഗവാന്റെ രൂപം, വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ മുന്നിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് കണി ഒരുക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറയാം കേട്ടോ. നമ്മുടെ വീടുകളിലാണല്ലോ നമ്മൾ കണി ഒരുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കണി ഒരുക്കാനായിട്ട് ഒരുങ്ങണം. നമ്മുടെ വീടും പരിസരവും ഒക്കെ ഒരുങ്ങണം. അതിന് നല്ല വൃത്തിയാക്കി വെക്കുക കേട്ടോ. വീടാണെങ്കിലും പരിസരമാണെങ്കിലും. ഇപ്പോൾ കർക്കിടക സംക്രാന്തി ഒക്കെ വരുമ്പോൾ നമ്മൾ പൊട്ടീനെ കളയാന്നൊക്കെ പറയില്ലേ, അത് അങ്ങനത്തെ ചടങ്ങല്ല. പക്ഷെ അതേപോലെ തന്നെ വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. എന്നിട്ട് വേണം കണി ഒരുക്കാനായിട്ട്. കണി നമുക്ക് നമ്മുടെ പൂജാമുറിയിലോ അതല്ലാതെ നമുക്ക് വ്യക്തമായിട്ട് ഒരു സ്ഥലത്ത് ഒതുക്കി വെക്കാൻ പാകത്തിന് എവിടെ വേണമെങ്കിലും വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കിടക്കുന്ന ഇത് ബെഡ്റൂമിൻ്റെ അടുത്ത് വെക്കുന്നതൊക്കെ ആയിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഉണർന്നു കഴിഞ്ഞിട്ട് വേഗം തന്നെ ഭഗവാനെ വന്ന് കണി കാണാമല്ലോ. അപ്പോൾ ഭഗവാനെ വെക്കുന്ന സമയത്തെ നമ്മൾ വടക്കോട്ട് നോക്കി നിന്ന് വേണം കണി കാണാനായിട്ട്. അതായത് നമ്മൾ നിൽക്കേണ്ടത് വടക്കോട്ടാണെങ്കിൽ ഭഗവാൻ തെക്കോട്ട് നോക്കിയിട്ടായിരിക്കണം നിൽക്കേണ്ടാവുക.
അല്ലെങ്കിൽ പിന്നെ നമ്മൾ കിഴക്കോട്ട് നോക്കി നിൽക്കുക. അപ്പോൾ ഭഗവാൻ പടിഞ്ഞാറോട്ട് നോക്കിയിട്ടായിരിക്കണം നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ കണി കാണാൻ നിൽക്കുമ്പോൾ ഒന്നുകിൽ വടക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ ദർശനമായിട്ട് വേണം നമ്മൾ നിൽക്കാനായിട്ട് കേട്ടോ. പിന്നെ രാവിലെ എണീറ്റ് കുളിയും പല്ലുതേപ്പും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടല്ല കണി കാണുക. എഴുന്നേറ്റ് വന്ന് അങ്ങനെ തന്നെ കണി കാണണം എന്നാണ് പറയുക. അപ്പോൾ എന്ത് ചെയ്യണം? കണി കാണാനുള്ള എല്ലാ കാര്യങ്ങളും തലേ ദിവസം കിടക്കുന്നതിന് മുൻപായി തന്നെ ഒരുക്കി വെച്ചിരിക്കണം. അപ്പോൾ ആ ഒരുക്കങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത് കേട്ടോ. കണി ഒരുക്കാനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ ഭഗവാനാണ്. ഭഗവാന്റെ ഏത് രൂപത്തിലുള്ളത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഓടക്കുഴലിൽ ഊതി നിൽക്കുന്ന ഭഗവാനെയാണ് കൂടുതൽ പേരും കണി ഒരുക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഓടക്കുഴലൊക്കെ ഭഗവാന്റെ കയ്യിൽ കൊടുക്കുക. കാരണം അതില്ലെങ്കിൽ നമ്മുടെ ഉണ്ണിക്കണ്ണന് വിഷമാകും. അപ്പോൾ ഓടക്കുഴലിൽ ഊതി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനോ അല്ലെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ വെച്ച് നിൽക്കുന്ന കണ്ണനോ വെണ്ണ പിടിച്ച് നിൽക്കുന്ന കണ്ണനോ അങ്ങനെ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ വിഗ്രഹമോ ഫോട്ടോയോ ഏതാണെങ്കിലും കുഴപ്പമില്ല, ഭഗവാൻ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ഒരു മഞ്ഞ പട്ടൊക്കെ വിരിച്ചിട്ടാണ് വെക്കുക. അപ്പോൾ ചിലപ്പോൾ ചിലർ തറയിലാണ് കേട്ടോ വെക്കുക. തറയിൽ വെക്കാം, നല്ല വൃത്തിയിൽ പട്ടൊക്കെ വിരിച്ചിട്ട് തറയിൽ വെക്കാം. ഇനിയിപ്പോൾ കുനിഞ്ഞ് നിൽക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ മേശപ്പുറത്തോ അല്ലെങ്കിൽ ഒരു ചെറിയ ടേബിളൊക്കെ ഇട്ടിട്ട് നമുക്ക് നേരെ നിന്ന് കാണാൻ പാകത്തിന് അങ്ങനെയും വെക്കാം. അതൊന്നും വിരോധമില്ല കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബെഡ്റൂമിൽ നിന്ന് കിടക്കുന്ന ഒരു വശത്താണെങ്കിൽ നമുക്ക് കൂടുതൽ സൗകര്യമാണ്. തപ്പിത്തടഞ്ഞിട്ട് പോകുമൊന്നും വേണ്ട കണി കാണാനായിട്ട്. നമ്മുടെ പൂജാമുറിയൊക്കെ ബെഡ്റൂമിൻ്റെ അടുത്താണെങ്കിൽ അപ്പോൾ പൂജാമുറിയിൽ വെച്ചാലും മതി കേട്ടോ. നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കണം, അങ്ങനത്തെ സ്ഥലത്താണ് കണി വയ്ക്കുക. അപ്പോൾ ഭഗവാന് വെക്കുക. എന്നിട്ട് ഒരു ഉരുളി, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളിയൊക്കെ ആണെങ്കിൽ നമുക്കതിലെല്ലാതും കൊള്ളൂല്ലോ. എന്നിട്ട് അതിൽ അരിയാണ് കുറച്ച് ഭാഗം നിറയ്ക്കേണ്ടത്. കുറച്ച് അരി ഇടണം അതിൽ. ഉണക്കലരി ഉണ്ടല്ലോ, അതാണ് വെക്കുക. പിന്നെ വെക്കേണ്ടത് അഷ്ടമംഗല്യം. അഷ്ടമംഗല്യം വേണം കേട്ടോ. അഷ്ടമംഗല്യത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് ഉൾപ്പെടുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വെറ്റില ഉണ്ടായിരിക്കും, അടയ്ക്ക ഉണ്ടായിരിക്കും. അടയ്ക്ക എന്ന് പറയുന്നത് ഈ പാക്കറ്റിൽ ഇങ്ങനെ ചിരകിയ പോലെ കിട്ടണതല്ല കേട്ടോ. പഴുക്കടയ്ക്ക ഉണ്ടല്ലോ, കവുങ്ങിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന പഴുക്കടയ്ക്ക വെക്കണം. പിന്നെ വാൽക്കണ്ണാടി നിർബന്ധമാണ് കേട്ടോ. കാരണം ഭഗവതിയുടെ സങ്കല്പമാണ് വാൽക്കണ്ണാടി എന്ന് പറയുന്നത്. നമ്മുടെ ഇടത്തരികത്ത് കാവിലെ അമ്മയുടെയും പ്രതിഷ്ഠ ആ വിഗ്രഹം അത് വാൽക്കണ്ണാടി രൂപത്തിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വാൽക്കണ്ണാടി ഭഗവതിയുടെ സങ്കല്പമാണ്, അത് നിർബന്ധമായിട്ടും വേണം. പിന്നെ അലക്കിയ തോർത്തുമുണ്ട്, അലക്കിയ വസ്ത്രമാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. കോടിയല്ല ഉപയോഗിക്കുക കണി കാണാനായിട്ട്, അലക്കിയത് വേണമെന്നാണ് പറയുക. പിന്നെ കൺമഷി, ചാന്ത്, സിന്ദൂരം, അക്ഷതം, ഗ്രന്ഥം ഇതൊക്കെയാണ് അഷ്ടമംഗല്യത്തിൽ വേണ്ടത്. പിന്നെ വേണ്ടത് നിലവിളക്ക്. നിലവിളക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് തന്നെ മതി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയത് വാങ്ങണമെന്നൊന്നുമില്ല. അത് വെക്കുമ്പോൾ ഭഗവാന്റെ നേരെ മുന്നിൽ വെക്കാതിരിക്കുക. കാരണം കണി കാണാൻ നിൽക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ മുഖം കാണണ്ടേ. അത് മറയ്ക്കാതെ വേണം വിളക്ക് വെക്കാനായിട്ട്. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നീക്കി വെക്കാം കേട്ടോ വിളക്ക്. പിന്നെ വേണ്ടത് കണിക്കൊന്ന എന്തായാലും വേണമെന്ന് എല്ലാവർക്കും അറിയാലേ. എത്രത്തോളം കണിക്കൊന്ന പൂവ് കിട്ടുമോ അത്രത്തോളം കൊണ്ടുവരുന്നത് നല്ലതാട്ടോ. അതിങ്ങനെ നിറയെ ഇങ്ങനെ ഇരിക്കുന്ന പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയാണ്. പലയിടത്തും വളരെ നേരത്തെ തന്നെ പൂത്ത് തുടങ്ങിയിരിക്കണം, ചിലതൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. എന്നാലും സംഘടിപ്പിക്കാനൊക്കെ സാധിക്കുന്നവർ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഐശ്വര്യം തന്നെയാണ്. ഭഗവാൻ അതൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് വെക്കുമ്പോൾ നമുക്ക് വെറുതെ കൊണ്ടുവന്ന് വെക്കാം, അല്ലെങ്കിൽ ഇതിന് സൈഡിൽ തൂക്കിയിടൊക്കെ ചെയ്യാം. ഭഗവാൻ അണിയിക്കാം. കണിക്കൊന്ന പൂവൊക്കെ ഭഗവാന്റെ തോളിലും തലയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയല്ലേ ഭഗവാനെ കാണാനായിട്ട്. ഇഷ്ടമാണത്. നമ്മൾ ബർഹാപീഠം നടവരമ്പു കർണയോ കർണികാരം അത് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കർണികാരം വെച്ചിട്ട് ഭഗവാനെ മുഖത്തിന് ചുറ്റുമായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കൂട്ടുകാരെല്ലാവരും ചേർന്നിട്ട്. അപ്പോൾ ആ കണിക്കൊന്ന പൂവിന്റെ ഒത്ത നടുക്കായിട്ടാണ് ഭഗവാന്റെ ആ ഭംഗിയായിട്ടുള്ള കുഞ്ഞു മുഖം കാണുക. അതൊക്കെ എന്തൊരു ഇഷ്ടമാണെന്നറിയോ. ആ വർണ്ണനയ്ക്ക് വേണ്ടിയിട്ട് നാരായണീയത്തിൽ കാത്തിരുന്നു എന്നാണ് പറയണത്. അപ്പം അങ്ങനെയൊക്കെ വെക്കുന്നത് ഭഗവാന് വലിയ ഇഷ്ടം. അപ്പം അങ്ങനെയൊക്കെ വെക്കാം കേട്ടോ. പിന്നെ ഭഗവാനെ നന്നായിട്ട് ഒരുക്കുക കേട്ടോ. പട്ടൊക്കെ ഉടുപ്പിച്ച് മഞ്ഞപ്പട്ടോ കസവും കൊണ്ടോ ഒക്കെ ചുറ്റിയിട്ട് ഭഗവാനെ നിർത്തുക. മാലയൊക്കെ അണിഞ്ഞു കൊടുക്കാം. സ്വർണ്ണമൊക്കെ കണി കാണുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണമാലകളൊക്കെ ഭഗവാന്റെ കഴുത്തിൽ അണിയിക്കാം. ഒപ്പം കണി വെക്കുന്നിടത്ത് മോതിരമൊക്കെ സ്വർണ്ണമോതിരമൊക്കെ ഊരി വെക്കുന്നതും അതും കണി കാണുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നാണയങ്ങൾ എടുക്കുക. അത് ഒരു പാത്രത്തിൽ, പരന്ന പാത്രത്തിൽ എടുക്കുകയായിരിക്കും. എല്ലാം പരന്നതിൽ വെക്കുകയായിരിക്കും നല്ലത്. കാരണം കുഴിഞ്ഞ പാത്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണണ്ടേ, കണി കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിതൊക്കെ വെക്കുന്നത്. അപ്പോൾ പരന്ന പാത്രത്തിലൊക്കെ നാണയങ്ങൾ അത് കുറച്ച് എണ്ണാതെ തന്നെ കുറച്ചധികം എടുത്ത് വെക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അത് ഏത് ആണെങ്കിലും 1 രൂപയുടെയോ 2 രൂപയുടെയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കണിവെള്ളരി എന്നാണ് അതിനെ പറയുക തന്നെ ചെയ്യുക. നല്ല വലുപ്പത്തിൽ മഞ്ഞ നിറത്തിലുള്ള വെള്ളരി തന്നെ വേണം കേട്ടോ. പച്ച നിറത്തിലുള്ള നല്ല പഴുത്തിട്ട് മഞ്ഞ നിറത്തിലുള്ളതില്ലേ, ഈ മഞ്ഞയാണ് സമൃദ്ധിയുടെ നിറം എന്നാ പറയാം. അതുകൊണ്ടാണ് ഈ മഞ്ഞ നിറത്തിൽ വെള്ളരി. പിന്നെ മാമ്പഴം, മാമ്പഴം രണ്ടും വേണമെന്ന് പറയാറുണ്ട് കേട്ടോ. പഴുത്ത മാങ്ങയും വേണം, പച്ച മാങ്ങയും വെക്കണം. പിന്നെ ഒന്നാണ് ചക്ക.
ഈ 3 പ്രധാനമാണ്. അതായത് കണിവെള്ളരി, പിന്നെ മാങ്ങ പച്ചയും വേണം, പഴുത്തതും വേണം, പച്ച നിറത്തിലുള്ളതും പഴുത്തതും വേണം, പിന്നെ ചക്ക. കാരണം ഉള്ളവർക്ക് ഇതൊക്കെയാണ് കിട്ടിയിരുന്നത്. ഇത് സമൃദ്ധിയായിട്ടുണ്ടാകുന്ന ഒരു സീസൺ ആണല്ലോ. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആപ്പിൾ, മുന്തിരി, ഓറഞ്ച് ഇതൊക്കെ വെക്കാം. അങ്ങനെയാണ് പറയാറുള്ളത് കേട്ടോ. പിന്നെ വേണ്ടത് ഈ കുമ്പളങ്ങ വെക്കരുതെന്നാണ് പറയുക കേട്ടോ. അത് ശ്രദ്ധിക്കണം. കുമ്പളങ്ങ കണിക്ക് വെക്കാറില്ല. ഈ പാവയ്ക്ക ഉണ്ടല്ലോ, അതും കണിക്കൊന്നും വെക്കാറില്ല. പിന്നെ വിളക്ക് കൊളുത്തി വെക്കുന്ന സമയത്തെ 5 തിരിയിട്ട് ഭദ്രദീപം തെളിയിക്കണം എന്നാണ് പറയാറുള്ളത് കേട്ടോ. അങ്ങനെയാണ് പറയുക. ഇനിയിപ്പോൾ 2 തിരിയിട്ടത് കൊണ്ട് വിരോധം ഉണ്ടായിട്ടല്ല, എന്നാലും 5 തിരിയിട്ട് വെക്കുമ്പോൾ അത് ഭഗവതി ആ ഒരു സാന്നിധ്യം കൂടെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ഭദ്രദീപം കൊളുത്തി വെക്കണം എന്നാണ് പറയുക. പിന്നെ അതോടൊപ്പം തന്നെ നാളികേരം അതിങ്ങനെ നടുമുറിച്ചിട്ട് 2 ഭാഗമാക്കുമല്ലോ, 2 മുറിയാക്കി എടുത്തിട്ട് അതിൽ അരിത്തിരി ഇട്ട് വെക്കും. അരിത്തിരി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അരി ഒരു തുണിയിലെടുത്ത് ചുരുട്ടിയിട്ട് അത് തിരി പോലെ ആക്കി വെക്കും. എന്നിട്ട് അത് പിന്നെ കത്തിക്കാനായിട്ട് എണ്ണയോ അത് ഓരോരുത്തരുടെ ഇഷ്ടപ്പെട്ടോ, നെയ്യൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ്, ഔഷധം കൂടിയാണ്. അതൊക്കെ റെഡിയാക്കിയിട്ട് വേണം വെക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ഈ നിലവിളക്ക് കൊളുത്തി വെക്കുക. ശ്രദ്ധിക്കണം. കാരണം ഇത് വേറെ എവിടേക്കും തീ പിടിക്കാനൊന്നും പാടില്ല, കരിന്തിരി കത്താനൊന്നും പാടില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഉറങ്ങാനായിട്ട് പോകുമ്പോൾ അത് ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ ഈ അരിത്തിരി ഉണ്ടല്ലോ, അതായത് ഈ നാളികേരത്തിൽ വെക്കുന്നത്, അത് പിന്നീടാണ് കത്തിക്കുക കേട്ടോ. അതായത് ഇപ്പോൾ ആദ്യം കണി കാണുന്നവരുണ്ടല്ലോ, അവരാണ് ഈ നാളികേരത്തിലുള്ള ഈ അരിത്തിരി കത്തിക്കാറുള്ളത്. അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ചോദിക്കും, ഇത് എത്ര നേരം കത്തിച്ച് വെക്കണം, ഏത് സമയത്താണ് കണി കാണേണ്ടത്, അതും കൂടെ അറിയണ്ടേ. കണി കാണാനുള്ള സമയം ഈ വർഷത്തെ 4 മണി മുതൽ, അതായത് പുലർച്ചെ മേടം 2-ാം തീയതി, അതായത് ഏപ്രിൽ 15-ാം തീയതി പുലർച്ചെ 4 മണിക്കും 5:30ക്കും ഇടയിലാണ് കേട്ടോ. ഈ സമയത്താണ് കണി കാണേണ്ടത്. 5:30ക്ക് മുൻപായിട്ട് കണി കണ്ടിരിക്കണം. കാരണം അതിനുശേഷം പിന്നെ സൂര്യൻ ഉദിക്കുമല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ സൂര്യനല്ലേ കാണുക. 5:30ക്ക് മുൻപായിട്ട് എല്ലാവരും കണി കണ്ടിരിക്കണം കേട്ടോ. കണി കാണേണ്ട സമയം, വിഷു കൈനീട്ടം കൊടുക്കേണ്ട സമയമൊക്കെ ഈ 5:30ക്ക് മുൻപായിട്ടാണ്. അപ്പോൾ രാവിലെ എണീറ്റ് വന്നിട്ട് കുളിക്കുന്നതിനൊക്കെ മുൻപായിട്ട് വേണം കണി കാണാൻ. മുതിർന്നവരാണ് ഇതൊക്കെ ചെയ്ത് വെക്കുക. ആദ്യം കണി കാണുക, തലമൂത്തവരുണ്ടാവുമല്ലോ, അവരാണ് അതൊക്കെ ചെയ്യുക. അപ്പോൾ ആദ്യം വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഭഗവാൻ അവർ കണി കണ്ടിട്ടുണ്ടായിരിക്കും. രണ്ടാമത് വന്നിട്ട് പിന്നെ ബാക്കി അരിത്തിരിയൊക്കെ കത്തിക്കും. ഇനിയിപ്പോൾ ഇതൊന്നും കൊളുത്തി വെക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ എണീറ്റ് വന്നിട്ട് പെട്ടെന്ന് കിട്ടാവുന്ന ആ ഒരു സ്ഥലത്ത് തീപ്പെട്ടിയും അതുപോലെ തന്നെ വല്ല ചിരാതോ അല്ലെങ്കിൽ കൊടിവിളക്കോ ഒക്കെ വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാമല്ലോ. അങ്ങനെ കൊളുത്തിയിട്ട് പിന്നെ അപ്പോൾ തന്നെ വിളക്കൊക്കെ കൊളുത്തിയിട്ട് കണി കാണാം കേട്ടോ. അപ്പം അങ്ങനെയാണ് പൊതുവേ ചെയ്യാറ്. കണി കണ്ടു കഴിഞ്ഞാൽ വിഷു കൈനീട്ടം കൊടുക്കണം. കണി കണ്ട ഉടനെ പടക്കമൊക്കെ പൊട്ടിക്കണം കേട്ടോ. അങ്ങനെയുണ്ട്. ഇതെന്താ അറിയോ, ഇപ്പോൾ എന്ന് പറയണത് ഇപ്പോൾ 1-2 ആളുകൾ അല്ലെങ്കിൽ 2-4 പേര് മാത്രമേ ഫാമിലിയിലുള്ളൂ. പണ്ട് കാലത്ത് അങ്ങനെയൊന്നല്ല, നിറയെ പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണി കാണിച്ച് കഴിയുമ്പോഴേക്കും ആകെ ബഹളമായി ഉണ്ടാവും. എല്ലാ വീട്ടിലും ഒരുവിധം എല്ലാവരും ഉണർന്നിട്ടും ഉണ്ടാവും. അപ്പോൾ പിന്നെ പടക്കം പൊട്ടിക്കണോണ്ട് ഈ 4-5 മണി നേരത്തൊക്കെ പടക്കം പൊട്ടിക്കണോണ്ട് ആർക്കും വിരോധമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പടക്കം പൊട്ടിക്കണം എന്നാണ് പറയുക. അതിൻ്റെ കാരണമൊക്കെ ഞാൻ പറയാം കേട്ടോ. പടക്കം പൊട്ടിക്കണം, പൂത്തിരിയൊക്കെ കത്തിക്കണം, കൈനീട്ടമൊക്കെ കൊടുക്കണം. അത് മുതിർന്നവരാണ് കൊടുക്കുക. അതായത് ഏറ്റവും മുതിർന്നവർ, മുത്തശ്ശനോ മുത്തശ്ശിയോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ അവരൊന്നും ഇല്ലാത്ത വീടുകളിൽ അച്ഛനോ അമ്മയോ അങ്ങനെ മുതിർന്നവരുണ്ടാവുമല്ലോ, അവരാണ് താഴെയുള്ളവർക്ക് കൈനീട്ടം കൊടുക്കുക. അത് 1 രൂപ നാണയമുണ്ടല്ലോ, അതൊക്കെയാണ് പണ്ട് കൊടുത്തിരുന്നത്. ഇന്നും അങ്ങനെ കൊടുക്കാട്ടോ, അതിലൊന്നും വിരോധമില്ല. കൊടുക്കണം എന്നുള്ളതാണ് നിർബന്ധം. പിന്നെ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വലിയ വലിയ തുകകൾ ഓരോരുത്തർ കൊടുക്കുന്നു എന്ന് മാത്രം. 1 രൂപ നാണയം കൊടുത്താൽ മതി, അത്രയും വേണ്ടു. അതെല്ലാവർക്കും, താഴെയുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കുക. അവർ വാങ്ങുക, അവർ മുതിർന്നവർ അവരാരോണോ തരുന്നത് അവർ നമസ്കരിക്കുക. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിലേ അവരുടെ 2 കൈയിലും വെച്ച് കൊടുക്കണം എന്നാ പറയാ കൈനീട്ടം. അതങ്ങനെ മുറുക്കെ പിടിക്കുകയും ചെയ്യും. ഇവർക്ക് നല്ല ഇഷ്ടമാണ്. എവിടെന്നെങ്കിലും കുറച്ച് പൈസ അങ്ങനെ ആരെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തരില്ല അവരങ്ങനെ മുറുക്കെ പിടിക്കും. അപ്പൊ 2 കൈയിലും ചെറിയ കുട്ടികൾക്ക് കൈനീട്ടം കൊടുക്കണം എന്നാണ് പറയാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാല് പിന്നെ പോയി കിടന്ന് ഉറങ്ങരുത് കേട്ടോ. അത് നിർബന്ധമാണ്. കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങരുത് എന്നാണ് പറയുക. പിന്നെ നമ്മൾ സാധാരണ എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുക. ഉറക്കം വരാതിരിക്കാനായിട്ട് പടക്കം പൊട്ടിക്കാം, പൂത്തിരി കത്തിക്കാം. കുറച്ചും കൂടെ നേരം വെളുത്ത് കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിലൊക്കെ പോകാം. ഇപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രം, അതായത് ഭഗവാന്റെ സ്വരൂപത്തിലുള്ള ക്ഷേത്രങ്ങൾ, പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ, ശ്രീരാമക്ഷേത്രം, ശ്രീകൃഷ്ണ ക്ഷേത്രം, ബലരാമക്ഷേത്രം, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇത് ഈ പട്ടണങ്ങളിൽ, ഈ സിറ്റികളിലൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് കാലത്തൊക്കെ ഇവിടെ നാട്ടുമ്പുറങ്ങളിലുള്ളവർ ചെയ്തിരുന്ന ഒരു കാര്യമാണ്.
കണി കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കണി കണ്ടു കഴിഞ്ഞു എന്ന് വിചാരിക്കുക, കൈനീട്ടമൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കണി എടുക്കും. ഉരുളിയൊക്കെ ആണെങ്കിൽ ഉരുളി അങ്ങനെ എടുത്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങും, എന്നിട്ട് വീടിന് ചുറ്റും നടക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രം കണി കണ്ടാൽ പോരല്ലോ, എല്ലാവരെയും കണി കാണിക്കണ്ടേ. അപ്പോൾ ഈ പക്ഷി മൃഗാദികളെയൊക്കെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ പടക്കം പൊട്ടിക്കുന്നതും പൂത്തിരി കത്തിക്കുന്നതും. ശബ്ദവും വേണം, വെളിച്ചവും വേണം. ഈ ശബ്ദം കേട്ടിട്ട് ഇവരൊക്കെ ഉണരും, ഇവരൊക്കെ ഉറങ്ങാവില്ലേ നമ്മളെ പോലെ തന്നെ. അപ്പോൾ അവർ ഉണരും, അവർക്ക് വെളിച്ചം കാണും, അപ്പോൾ അവർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ കണി കാണും. അതിന് വേണ്ടിയിട്ടാ ഈ പണ്ടുള്ള വീടുകളിലൊക്കെ പശുവൊക്കെ ഉള്ള വീടുകൾ ഉണ്ടായിരിക്കുമല്ലോ, ഇന്നൊക്കെ വളരെ കുറവാണ്, പക്ഷെ അങ്ങനെയുള്ള വീടുകളൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പശുവിനെ കാണിക്കാണ്ട് തൊഴുത്തിൻ്റെ അവിടെയൊക്കെ പോയിട്ട് കണി കാണിക്കാറുണ്ടായിരുന്നു. കാരണം അവരും കാണണം, അല്ലെങ്കിൽ അവരും രാവിലെ എണീറ്റ് സൂര്യനല്ലേ കണി കാണുക, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാനെ കണി കാണിക്കും. അപ്പോൾ ഇവരെയൊക്കെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് വിഷുക്കണി കണ്ട ഉടനെ തന്നെ പടക്കം പൊട്ടിക്കണം, പൂത്തിരി കത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയും കൂടെ ചെയ്യാറുണ്ട്. അതൊക്കെ ഇപ്പോഴും ചെയ്യുന്ന വീടുകളും ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലത്. നമുക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും കണി കാണണ്ടേ. അപ്പം ഇതുപോലെ കണിയായിട്ട് കുട്ടികൾ വീട്ടിലേക്ക് വരികയും ചെയ്യും. ഈ ഭഗവാന്റെ വേഷം കെട്ടി വരുന്നവരുണ്ട്. മറ്റേ സിനിമയിൽ മീശമാധവനിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഭഗവാന്റെ വിഗ്രഹമായിട്ട് വരുന്നവർ, ചാഴി, അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ കെട്ടിയിട്ട് കുട്ടിപ്പടകളാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പേരൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ കൈനീട്ടമൊക്കെ കൊടുക്കുക, വലിയ വലിയ തുകകൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നവരൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ₹1 നാണയമെങ്കിലും അവർക്ക് കൈനീട്ടം എന്നുള്ള രീതിയിൽ കൊടുക്കണം കേട്ടോ. ഇപ്പം പിന്നെ GPay ചെയ്തിട്ടൊക്കെ ആയിരിക്കും എല്ലാവരും കൈനീട്ടമൊക്കെ കൊടുക്കുക അല്ലേ. അങ്ങനെയൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാ. കാരണം നമ്മൾ ഈ മേടമാസത്തിലെ ഈ വിഷു എന്ന് പറയുന്നത് മേടം 1-ാം തീയതി അല്ലെങ്കിൽ വിഷു ആയിട്ട്, അത് പുതുവത്സരമായിട്ടാണ് നമ്മൾ കണക്കാക്കുക. അതായത് ന്യൂ ഇയർ നമ്മളിപ്പോൾ ജനുവരി മുതൽ തുടങ്ങുമല്ലോ, അത് പുതുവത്സരമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ അതൊക്കെ എങ്ങനെയൊക്കെയോ മാറി മാറി മാറിയിട്ട് ചിങ്ങം 1-ാം തീയതിക്ക് ആയിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ പുതുവത്സരത്തിൽ നമുക്ക് കണി കാണാണ് ഭഗവാനെ നമ്മൾ. ഒപ്പം തന്നെ നമുക്ക് കൈനീട്ടം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം കിട്ടുമ്പോൾ പിന്നെ എല്ലാ ദിവസം ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ലഭിക്കും. ആ ഒരു സമൃദ്ധി ഉണ്ടാകും എന്നാണല്ലോ വിശ്വാസം. അപ്പം നമ്മളും കൈനീട്ടമൊക്കെ കൊടുക്കുക, നമ്മുടെ താഴെയുള്ളവർക്ക്, കുട്ടികളൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്കും കൈനീട്ടമൊക്കെ കൊടുക്കുക. അങ്ങനെ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞാൽ പിന്നെ സദ്യയൊക്കെ ഉണ്ടാക്കുക. അത് സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കണിവെള്ളരിയും മാങ്ങയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വെച്ചിട്ടൊരു കൂട്ടാൻ വെക്കും. പിന്നെ ചക്ക കൊണ്ട് എരിശ്ശേരി വെക്കും. പിന്നെ വിഷുക്കട്ട എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ വീടുകളിൽ ചെയ്യുക, അതുപോലെയൊക്കെ ചെയ്യുക. ചക്ക കൊണ്ട് എരിശ്ശേരി നിർബന്ധമാണെന്ന് പറയും. കാരണം ഓരോ വിശേഷങ്ങൾ വരുമല്ലോ, ഇപ്പോൾ ഓണം, വിഷു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുമ്പോൾ ഓരോ വിശേഷ ദിവസത്തെയും സദ്യ ഓരോരുത്തർക്കുള്ളതാണെന്നാണ് പറയുക. ഈ വിഷുവിൻ്റെ സദ്യ അത് ഭീമസേനനുള്ളതാണെന്ന് പറയും. ഭീമസേനനെ ചക്കയൊക്കെ വലിയ ഇഷ്ടം. ചക്കപ്പുഴുക്ക്, ചക്ക എരിശ്ശേരി, ചക്ക വറുത്തത്, അങ്ങനെയുള്ള ചക്ക കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ ഭീമസേനന് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ചക്ക കണി കാണണം എന്ന് പറയുന്നതും ഒപ്പം തന്നെ ചക്ക കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കണം എന്ന് പറയണത് കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, ഈ ഒരു സീസണിലാണ് ഈ പഴങ്ങളൊക്കെ കൂടുതലായിട്ടും കിട്ടുള്ളൂ. ചക്ക ഉണ്ടാകുക ഈ ഒരു സമയത്താണ്. അപ്പോൾ അപ്പോഴല്ലേ നമുക്ക് ഭഗവാൻ അത് നീതിക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയും കൂടെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ സദ്യ ഉണ്ടാക്കുന്ന തിരക്കുകളാണ്, പടക്കം പൊട്ടിക്കുന്ന തിരക്കുകളാണ്. പുതിയ വസ്ത്രമൊക്കെ അണിഞ്ഞിട്ട് എല്ലാ കുട്ടികളും നല്ല കുട്ടികൾ മാത്രമല്ല കേട്ടോ, മുതിർന്നവരും എല്ലാവരും നല്ല സന്തോഷത്തോട് കൂടിയിരിക്കുന്ന ദിവസമാണ് വിഷു എന്ന് പറയുന്നത്. അങ്ങനെ കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് ആ കണി കുറച്ച് നേരം അവിടെ വെക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. കുട്ടികളൊക്കെ പോയിട്ട് എടുത്ത് അത് അലങ്കോലപ്പെടുത്താതെ ശ്രദ്ധിക്കണം. വിളക്കൊക്കെ ഒരു 10 മണി വരെയെങ്കിലും ആ വിളക്ക് അങ്ങനെ കത്തിച്ച് വെക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ പൂജാമുറിയിലേക്ക് എടുത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കണി ഒരുക്കി കഴിഞ്ഞിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കുമല്ലോ. ഈ സദ്യ നമ്മൾ പിറന്നാളിന് പറഞ്ഞതുപോലെ തന്നെ വിളക്കത്ത് വിളമ്പണം എന്നാണ് പറയുക. അത് ഭീമസേനനുള്ളതാണെന്ന് പറഞ്ഞല്ലോ, അത് വിളക്കത്ത് വിളമ്പണം എന്നാണ് പറയുക. കുറച്ച് കഴിഞ്ഞിട്ട് അത് പിന്നെ എടുത്ത് കഴിക്കരുത്, കുറച്ച് സമയം അവിടെ വെക്കണം എന്ന് പറയാറുണ്ട് കേട്ടോ. ഒരു വൈകുന്നേരം വരെയൊക്കെ ആയില്ല എടുക്കാതെ അവിടെ തന്നെ വെക്കണം എന്ന് പറയാറുണ്ട്. പിന്നെ എന്താണ് പറയാനുള്ളത്, കണി കാണുന്ന സമയത്ത് പലകയൊക്കെ ഇട്ടിട്ട് അതിലിരുന്നിട്ടാണ് കണി കാണാമെന്നും കൂടെ പറയാറുണ്ട്. അത് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യേണ്ടത്. ഇതൊക്കെ ഓരോ വാൽക്കഷ്ണം പോലെ പറയുന്നതാണ് കേട്ടോ. പിന്നെ ഈ 4 മണി മുതൽ 5:30 വരെയുള്ള സമയത്താണ് കണി എന്നൊക്കെ പറഞ്ഞുല്ലോ. ഇനി ആ ഒരു സമയമൊന്നും പാലിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ 5:30ക്ക് മുൻപായിട്ട് കണി കാണാനായിട്ട് ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപായിട്ട് ഏറ്റവും നല്ല മുഹൂർത്തമാണ് ഈ പറഞ്ഞത്. മുഹൂർത്തമൊക്കെ ഉള്ള കാര്യമാണല്ലോ. അപ്പോൾ ഏറ്റവും നല്ല മുഹൂർത്തമാണിത്. ഇനിയിപ്പോൾ ആ ഒരു സമയം നമുക്ക് പറ്റിയില്ലെങ്കിലും 5:30ക്ക് മുൻപായിട്ട് കണി കാണാനായിട്ടും കൈനീട്ടം വാങ്ങാനൊക്കെ ആയിട്ട് ശ്രമിക്കാം കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിലും കണിയൊക്കെ ഉണ്ട്. ഏകദേശം 2:30 സമയത്താണ്. കൃത്യ സമയം ഞാൻ അറിയിക്കാം കേട്ടോ. കൈനീട്ടമൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് മേൽശാന്തി അവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും അത് കിട്ടാനായിട്ടേ. പക്ഷെ കുറച്ച് സമയമുള്ളൂ, കുറച്ച് പേരൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അവിടെയും വിഷു കൈനീട്ടമൊക്കെ കൊടുക്കും. അത് ആ ഒരു സമയത്തേ ഉണ്ടായിരിക്കുള്ളൂ. കണി ഒരുക്കി കണി കാണുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ ക്ഷേത്രങ്ങളിൽ, ആ ഒരു സമയത്ത് കൈനീട്ടവും കൂടെ ലഭിക്കും.
അപ്പോൾ അതൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർ നേരത്തെ കൂട്ടി ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ പോകാനൊക്കെ ആയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വിഷുവൊക്കെ എല്ലാവർക്കും വളരെ ഭംഗിയായി തന്നെ ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ. കണിയൊക്കെ ഒരുക്കി നല്ലൊരു പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ വർഷവും കണി ഒരുക്കുന്നവരുണ്ടായിരിക്കും, അവർക്കൊക്കെ ഇനി ഒരുക്കാൻ സാധിക്കട്ടെ ഈ വർഷവും. ഇതുവരെ ചെയ്യാത്തവർക്ക് ഈ വർഷം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അതിനൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങൾ, അലങ്കാരങ്ങൾ, ഇങ്ങനെ പുതിയ അറിവുകൾ, അങ്ങനെയുള്ള കുറേ സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.